ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ യേശു കർത്താവിനെ പലതരത്തില് ഉപദ്രവിച്ച, വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച പല വിധത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ചില വ്യക്തികൾ യേശു കർത്താവിനെ പിടിച്ചുകെട്ടി ന്യായാധിപ സംഘത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ യേശു കർത്താവിനെ ചിലര് മുഖത്ത് തുപ്പുന്നു, തലയ്ക്ക് അടിക്കുന്നു, കുന്തം കൊണ്ട് കുത്തുന്നു. അതുപോലെ ചിലര് യേശുവിനെ രക്താംബരം ധരിപ്പിക്കുന്നു, ചിലര് യേശുവിനെ മുൾക്കിരീടം ചൂടിക്കുന്നു, വേറെ ചിലര് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ആക്രോശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിലെല്ലാം ഉപരി മഹാപുരോഹിതന്മാര് യേശു കർത്താവിനെ ക്രൂശിക്കുവാനും സാത്താന്റെ പക്ഷക്കാരനായ ബറബാസിനെ വിട്ടയപ്പാനുമായിട്ട് ജനത്തെ ഉത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വിശ്വാസി സമൂഹത്തെ പഠിച്ചാലും ഈ ഭാഗത്ത് കാണുന്നത് പോലെ പലതരത്തില് യേശു കർത്താവിനെ ഇന്നും വേദനിപ്പിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിശ്വാസികളുടെ കൂട്ടത്തില് യേശു കർത്താവിനെ വേദനിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ അവര് അറിയാത്തത് കൊണ്ടാണ്, യേശുവിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് യേശുവിനെ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ പാപം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ വിശ്വാസികളുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് ഈ വിധത്തിൽ പലതരത്തിൽ യേശു കർത്താവിനെ വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ദുഃഖിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിൽ പലരും പലപ്പോഴും യേശു കർത്താവിനെ മുറിവേൽപ്പിക്കുന്നു, ചിലര് പരിഹസിക്കുന്നു, ചിലര് മുഖത്ത് തുപ്പുന്നു, ചിലര് വടികൊണ്ട് യേശു കർത്താവിനെ അടിക്കുന്നു, ചിലര് കർത്താവിനെ ക്രൂശിക്കുന്നു, യേശു കർത്താവ് ദൈവമല്ലെന്ന് വിളിച്ചു പറയുന്നു. ഇങ്ങനെ അനുദിന ജീവിതത്തിൽ വിശ്വാസികളായ നമ്മള് പലപ്പോഴും യേശു കർത്താവിനെ വേദനിപ്പിച്ചും ദണ്ഡിപ്പിച്ചും മുറിവേൽപ്പിച്ചും ഒക്കെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം ആദ്യ ഭാഗങ്ങളിൽ യേശു കർത്താവിനെ പലതരത്തിൽ ഉപദ്രവിച്ചവരെയും പരിഹസിച്ചവരെയുമാണ് കാണുന്നതെങ്കിൽ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു കർത്താവിനെ പലതരത്തിൽ സഹായിച്ച വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള വ്യക്തികളെ ഇന്നും വിശ്വാസികളുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 21-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിന് പകരം ക്രൂശ് എടുക്കുന്ന കുറേനക്കാരനായ ശിമോനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് വീണ്ടും നമ്മൾ ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിന് ദൈവത്തെ വിളിച്ചുകൊണ്ട് ജീവനെ വിടുമ്പോൾ, പ്രാണനെ വിടുമ്പോൾ ശതാധിപൻ സാക്ഷ്യം പറയുകയാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് സാക്ഷ്യം പറയുന്നു. കുറെ സ്ത്രീകൾ യേശുവിന്റെ ക്രൂശോളം യേശുവിനെ അനുഗമിക്കുന്നതായിട്ടും കണ്ണീരൊഴുക്കുന്നതായിട്ടും പ്രാർത്ഥിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ അരിമത്യയിലെ യോസഫ് എന്നൊരു മനുഷ്യൻ, ധനാഢ്യനായ ഒരു മനുഷ്യൻ, മശിഹയുടെ വരവിനായി കാത്തിരുന്ന ഒരു മനുഷ്യൻ, തനിക്ക് ഉണ്ടായിരുന്ന ഇതുവരെ ആരെയും വച്ചിട്ടില്ലാത്ത ഒരു കല്ലറ യേശു കർത്താവിനായിട്ട് തുറന്നു കൊടുക്കുന്നതും വിട്ടുകൊടുക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് വിശ്വാസി സമൂഹത്തിൽ നോക്കിയാൽ ഇതുപോലെ സമർപ്പണമുള്ള ഒരു കൂട്ടം വിശ്വാസികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലര് യേശുവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നത് കാണാം. യേശുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാനായിട്ട്, യെരുശലേമിലും യഹൂദിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാനായിട്ട് കർത്താവിന്റെ കുരിശും എടുത്ത് നടക്കുന്ന സമർപ്പണമുള്ള വിശ്വാസികളെയും ശുശ്രൂഷകരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കൂട്ടർ യേശു ദൈവപുത്രനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് യേശുവിനെ സാക്ഷ്യം പറയുന്നു. ശതാധിപനെ പോലെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മേരി മാഗ്ദലിനെ പോലെയുള്ള സ്ത്രീകൾ, മറിയ, യോഹന്ന, ശലോമ അവരൊക്കെ പോലെയുള്ള സ്ത്രീകൾ, യേശുവിനെ ക്രൂശോളം അനുഗമിച്ച സ്ത്രീകൾ, കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് അതിരാവിലെ യേശുവിന്റെ ശരീരത്തില് സുഗന്ധവർഗം പൂശുവാനായിട്ട് ശ്രമിച്ച സ്ത്രീകൾ, ഇവരെ പോലെയുള്ള സ്ത്രീകളെ ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയാലും ശുശ്രൂഷയാലും വിശ്വാസത്താലും ദൈവരാജ്യത്തിന്റെ സൗരഭ്യം സമൂഹത്തിലൊക്കെയും പരത്തുന്ന ഇവരെ പോലെയുള്ള വിശ്വാസികളായ സമർപ്പണമുള്ള സ്ത്രീകളെ നമുക്ക് ഇന്നും കാണുവാനായിട്ട് സാധിക്കും. അരിമത്യയിലെ യോസഫിനെ പോലെ തനിക്കുണ്ടായിരുന്ന കല്ലറ യേശു കർത്താവിനായിട്ട് വിട്ടുകൊടുത്ത മനുഷ്യരെയും നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവരാജ്യത്തിന് വേണ്ടി അരിമത്യയിലെ യോസഫിനെ പോലെ തങ്ങൾക്കുള്ളത് സകലതും ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നവര്, അല്ലെങ്കിൽ ഔദാര്യമായിട്ട് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടി തങ്ങൾക്കുള്ളത് ദാനം ചെയ്യുന്നവര്, ഇങ്ങനെയുള്ള വ്യക്തികളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. ഈ അധ്യായത്തില് നമുക്ക് രണ്ട് വിഭാഗത്തിലുള്ള വിശ്വാസികളെ കാണാം. പരിഹസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും മുറിവേൽപ്പിക്കുന്നവരെയും കാണാം. ക്രൂശിക്കുന്നവരെ കാണാം, ക്രൂശിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരെ കാണാം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, യഥാർത്ഥമായിട്ട് സമർപ്പണത്തോടെ കർത്താവിന് വേണ്ടി പല തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തെ കൈതാങ്ങുന്നവരെ, യേശുവിന്റെ ക്രൂശിന്റെ ഭാരം കുറച്ചു കൊടുക്കുന്നവരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ ഏത് വിഭാഗത്തിലാണ് വിശ്വാസികളായ നാം നിൽക്കുന്നത്? ഇന്നും നമ്മൾ കർത്താവിനെ അടിച്ചും മുറിവേൽപ്പിച്ചും തുപ്പിയും വേദനിപ്പിച്ചും ഇരിക്കുകയാണോ? അതോ നാം കുറേനക്കാരനായ ശീമോനും അരിമത്യയിലെ യോസേഫും മേരി മാഗ്ദലിനും ഒക്കെ ചെയ്തതുപോലെ യേശു കർത്താവിന്റെ നാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുകയും യേശുവിന്റെ മഹത്വം നാടെങ്ങും അറിയിക്കുവാനായിട്ട് ഉത്സാഹിക്കുന്നവരുമാണോ? ഇതിലേതു വിഭാഗത്തിലാണ് നാം എന്ന് ചിന്തിക്കുക. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തുക. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.